എന്താ കുട്ടി ഇവിടെ വന്നിരിക്കണേ? ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എഴുന്നേറ്റ് വാ, മുത്തച്ഛൻ തിരക്കണു. ഓപ്പോള് പൊക്കോളൂ, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. എന്താ, ഞാൻ കൊളുത്തി ചാടി ചാകുമെന്ന് വിചാരിച്ചിട്ടാ? ഇല്ല ഓപ്പോളെ, അങ്ങനൊന്നും ഇനി ഉണ്ടാവില്ല. ജീവിക്കണം എനിക്ക്. ഇനി എന്റെ മുമ്പില് വെളിച്ചമുണ്ട്. വീഴാൻ പോകുമ്പോ മുറുക്കി പിടിക്കാൻ ഒരു കൈയുണ്ട്. ഓപ്പോളെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, മനസ്സെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കണോ ഞാനൊരാളെ. നീ എന്തൊക്കെയായി പറയണ? ഓപ്പോള് കേട്ടില്ല മുത്തശ്ശൻ പറഞ്ഞത്? സത്യാണ് തോപ്പോളെ, ഈ മേഴത്തൂർ ഭഗവതി പല്ലാവൂരപ്പനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കണോ മോളെ. ജീവിതത്തില് ആദ്യമായിട്ട് ഒരാളെ മോഹിക്കുകയാണ് എന്റെ ഓപ്പോളെ. എല്ലാം ഒരു കയറും തുമ്പ് തൊടുക്കി കളയാൻ ഇടവരുത്തല്ലേ. ഞെട്ടിപ്പോയി ഞാൻ. അവളുടെ മനസ്സില് വല്ലാണ്ട് കയറിപ്പെട്ടിരിക്കുന്നു അയാള്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചാട്യക്കാരിയാണ് അവള്. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം. എന്തിന്? അവൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടാച്ചാ എതിര് നിൽക്കണോ? എന്താ ഈ പറയണേ? അല്ല, അതിപ്പോ അതാണ് അവളുടെ വിധിയെങ്കിലോ? പ്രശ്ന വിചാരത്തിൽ ഞാനത് തെളിഞ്ഞു കണ്ടിരിക്കണു. എന്ത് ഭ്രാന്തായി പറയണേ? കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ ദേവനാരായണൻ? അതെ, പക്ഷെ അവർ രണ്ട് ധ്രുവങ്ങളിലാ. വേണേച്ചാ പെട്ടെന്ന് അങ്ങോട്ട് വേർപെടുത്താവുന്നൊരു ഉറപ്പേ ആ ഡാമ്പറ്റിനുള്ളൂ. എന്നാലും ജാതിയിൽ അയാൾ ആരാ? സ്വഭാവത്തിൽ എങ്ങനെയാ? ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ ജാതി നിശ്ചയിക്കുക. പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തില് ദേവനാരായണനെ പോലെ പൗരുഷം തികഞ്ഞ മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ? ഒറ്റ കാര്യത്തിലേ എനിക്ക് നിർബന്ധമുള്ളൂ, അവളുടെ കണ്ണീരിവിടെ വീഴരുത്. ഇനിയെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. ഭഗവാനെ. ഭ്രാന്തന്മാരെ ചികിത്സ ഇപ്പൊ ഭ്രാന്ത് വല്യമാമയ്ക്കായോ? ഇല്ല, സമ്മതിക്കില്ല ഞാൻ. ഒന്ന് പതുക്കെ പറയാ, അപ്പുറത്താരെങ്കിലും കേട്ടാ? കേക്കട്ടെ, വല്യമാമ തന്നെ കേക്കട്ടെ. തല വെട്ടച്ച് വെട്ടട്ടെ. എന്നാൽ ഈ നെറുകേട് ഞാൻ സമ്മതിക്കില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വല്യമാമ. നളിനറിയില്ലേ? അവളെന്തോ ഭ്രാന്ത് പറഞ്ഞു, ഓപ്പോളെന്തോ കേട്ടു, വല്യമാമ എന്തോ തീരുമാനിച്ചു. പിന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ ദേവനാരായണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല. അയാളെ പറ്റി തനിക്ക് എന്തറിയാം? മതി ചികിത്സയും അയാൾ പോക്കെ. അടിച്ചടക്ക് ഞാൻ അവനെ. അളിയും വെറുതെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. ഏറി വന്നാൽ ഒരാഴ്ച അയാൾ മടങ്ങി പോവില്ലേ? ഹരി പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്നെ പറഞ്ഞാ മതി. ശ്രദ്ധിക്കണായിരുന്നു നീ അവളെ. ഒരുങ്ങി കഴിഞ്ഞില്ലേ ദേവാ? എന്നിട്ട് അപ്പൊ വിളിച്ചു പറഞ്ഞ മറന്നോ? നാളെയല്ലേ ഫംഗ്ഷൻ? മറന്നു ഞാൻ. എന്താണോ, തനിക്കെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അയ്യോ, ഫംഗ്ഷൻ മറന്നതല്ല, അതിന്റെ കാര്യം ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിച്ചത് മറന്നുപോയി, അതാ പറ്റിയത്. തിരുമേനി ഒന്ന് കാണണം. ഇരുന്നോളൂ. സീതാലക്ഷ്മി, അറിഞ്ഞു, കൊണ്ടുപോകാൻ ആളെത്തിയില്ലേ? അതെ. മറന്നു പറഞ്ഞതൊക്കെ? പറഞ്ഞില്ലേ എന്നോട് മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മിനിക്ക് വെക്കണമെന്ന്? ഒക്കെ അനുസരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എങ്ങോട്ട് പോവാണ്ടേ? സീതാലക്ഷ്മി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? ഇഷ്ടപ്പെട്ടു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒന്ന് വിളിക്കൂ എന്നെ, കൂടെ ഇറങ്ങി വരാൻ ഞാൻ. മിണ്ടരുത്. നീ എന്താ വിചാരിച്ചേ? സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട് ഇത്തിരി കാരുണ്യം കാണിച്ചപ്പോ? അപ്പൊ എന്നെ പറഞ്ഞു മോഹിപ്പിച്ചതൊക്കെ? എന്ത് മോഹിപ്പിച്ചു? ഞാനൊരു പാവാദേവേട്ട, എന്നെ ഇട്ടിച്ച് പോകരുത്. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു ദേവേട്ട, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, എനിക്ക് പേടിയാവുന്നു പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഈശ്വരന്മാരെ മനസ്സിൽ വരും, ഞാൻ പോയിട്ട് വരും. വേണ്ടാത്തതിലേക്കൊന്നും മനസ്സിനെ വലിച്ചെടുക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കും.